അങ്കമാലിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം അവിടെ അങ്കമാലിയിൽ തുറന്ന എല്ലാ ബാങ്കുകളും സമരാനുകൂലികൾ അടപ്പിച്ചു എന്നുള്ളതാണ്. SBI, അതുപോലെ കാത്തലിക് സിറിയൻ ബാങ്ക്, ICICI എന്നീ ബാങ്കുകളാണ് അടപ്പിച്ചത്. അതേസമയം പെരുമ്പാവൂർ റിലയൻസ് മാൾ അടപ്പിക്കാനെത്തിയ തൊഴിലാളികളെ പോലീസ് തടഞ്ഞിട്ടുണ്ട്. ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാംകുമാർ, വിവരങ്ങൾ. ശ്യാംകുമാർ. സമരം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ വ്യാപകമായി തൊഴിലാളികളും സമരാനുകൂലികളും സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ജീവനക്കാരെ ഇറക്കിവിടുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് എറണാകുളം ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്കമാലി നഗരസഭ ഓഫീസ് തുറന്നു പ്രവർത്തിച്ചിരുന്നു. അവിടെ ഓഫീസിനുള്ളിലെത്തിയ ജീവനക്കാരോട് സമരാനുകൂലികൾ കയർക്കുകയും അവരെ ഇറക്കിവിടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പെരുമ്പാവൂരിൽ റിലയൻസ് മാൾ അടപ്പിക്കാനായി തൊഴിലാളികൾ എത്തിയെങ്കിലും പോലീസ് എത്തി തൊഴിലാളികളെ തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അങ്കമാലി നഗരസഭാ പരിധിയിൽ തുറന്നിരുന്ന ബാങ്കുകളെല്ലാം സമരാനുകൂലികൾ എത്തി പൂട്ടിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. 3ലധികം ബാങ്കുകളാണ് പൂട്ടിച്ചിരിക്കുന്നത്. നേരത്തെ മൂവാറ്റുപുഴയിൽ KSRTC ബസിന് നേരെ കല്ലേറുണ്ടാകുകയും ചെയ്തിരുന്നു. അത് വിഷ്വലെടുത്ത പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ അനൂപിന് മർദ്ദനമേൽക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. ഏതായാലും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമരാനുകൂലികൾ വ്യാപകമായി തുറന്ന സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു വാർത്തകളാണ് വരും മണിക്കൂറുകളിൽ ഉൾപ്പെടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. പൊതുപണി മുടക്ക് കേരളത്തിൽ പൂർണ്ണമാണ്. കടകൾ അടഞ്ഞു തന്നെ കിടക്കുകയാണ്. തുറന്ന ബാങ്കുകളൊക്കെ അടപ്പിക്കുന്ന സമീപനത്തിലേക്ക് സമരാനുകൂലികൾ കടക്കുന്നുണ്ട്. അങ്കമാലിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശ്യാംകുമാർ.